മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ പേരിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക്കിലെ യൂണിയൻ ഉദ്ഘാടനത്തിൽ ABVP മാതൃക. ABVP ഭരിക്കുന്ന പത്തനംതിട്ട വെണ്ണിക്കുളം പോളിടെക്നിക് കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ചത് കോളേജിലെ ശുചീകരണ തൊഴിലാളിയായ അമ്മമാർ. കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും യൂണിയൻ തീരുമാനത്തെ പ്രശംസിച്ചു. ഈ റിപ്പോർട്ടോടെ ലാസ്റ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്തേ. കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെ അണിനിരത്തുന്ന രീതിക്ക് മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ABVP. പത്തനംതിട്ട വെണ്ണിക്കുളം പോളിടെക്നിക് കോളേജിൽ ABVPയുടെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തത് കോളേജിലെ ശുചീകരണ തൊഴിലാളികളായ 4 അമ്മമാരാണ്. മുൻകൂട്ടി പറയാതെ സസ്പെൻസായിട്ടായിരുന്നു ABVP പ്രവർത്തകരുടെ തീരുമാനം. 11 വർഷം വരെയായി ഇതേ കോളേജിൽ ജോലി ചെയ്യുന്ന തങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് ആദ്യമായിട്ടാണെന്നായിരുന്നു അമ്മമാരുടെ പ്രതികരണം. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ഓടി എന്തുവന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ മുന്നേ ആദ്യം ഞങ്ങൾ ബാക്കിലിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു ഫ്രണ്ട് വന്നിരുന്നെന്നും പറഞ്ഞ് ഞങ്ങളെ ഇരുത്തി. ഞങ്ങൾ വന്ന് അവിടെ ഇരുന്നപ്പം അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. പിന്നെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷേ ഈ കോളേജിൽ ഇത്ര നാളായി ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഞങ്ങളെ ആദരിക്കുക അങ്ങനെയുള്ള ഒരു ഇത് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഈ മക്കൾ എന്തായാലും ഇങ്ങനെ നല്ല ഇതിൽ വരുമെന്നുള്ളത് ഉറപ്പായി. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയാനൊന്നുമില്ല. ഇവരെ ഭാരവാഹിക്കെല്ലാം നന്മ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര വലിയൊരു സർപ്രൈസ് ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ഈ സത്യമായിട്ട് നേരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെ ഈ രീതിയിൽ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ ഈ കോളേജിൽ. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളാണ്. അവർ നന്നായി വരട്ടെ, നല്ല പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ 4 ദിവസമായിട്ട് ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ പറയുന്നതെന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് വന്നപ്പോഴാണ് സന്തോഷം. ചലച്ചിത്ര സംവിധായകൻ പത്മകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സിന്ദൂർ എന്ന പേരാണ് യൂണിയന് ABVP നൽകിയത്. ഭാരതീയം 2025 എന്നായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിന്റെ പേര്. 25 വർഷമായി SFI ഭരിക്കുന്ന വെണ്ണിക്കുളം പോളി ഈ വർഷമാണ് ABVP പിടിച്ചെടുത്തത്. കോളേജ് യൂണിയൻ ഇനോഗ്രേഷന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഈ കോളേജിൽ എല്ലാ ദിവസവും നമ്മുടെ എല്ലാ ദൈനംദിന കാര്യങ്ങളും ഇടപെടുന്ന ഈ ക്ലാസ് റൂമുകളാക്കുന്ന നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ അവർക്കൊരു ആദരവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി കാണത്തില്ല ഒരിക്കലും. അവർക്ക് മറക്കാൻ പറ്റുന്ന അനുഭവമായിരിക്കും അവരെ ഒരു ആദരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിത് അധികമാരെ അറിയിച്ചിരുന്നില്ല. പ്രിൻസിപ്പാളിനെ പോലും നമ്മൾ ഈ കാര്യം അറിയിക്കാതെ ഒരു സർപ്രൈസ് എന്ന രീതിയിലാണ് അമ്മമാരെ കൂട്ടിക്കൊണ്ട് വന്നതും അവർക്കൊരു ആദരവ് കൊടുത്തും. അവർക്കതൊരു മറക്കാൻ പറ്റിയ ഒരു അനുഭവമായിരിക്കും നമുക്ക് ഉറപ്പായിരുന്നു. കോളേജിൽ ABVP നേരത്തെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷമാണ് യൂണിറ്റ് നമ്മളൊരു 5-6 മാസമാണ് യൂണിറ്റ് ഇട്ടിട്ട്. യൂണിറ്റിന് ശേഷം നമ്മൾ ഇവിടെ കുട്ടികളുടെ പ്രവർത്തിക്കുകയും നമുക്ക് ഇവിടെ യൂണിയൻ 25 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. SFIയുടെ കോട്ടയായിരുന്നു ഇത്. അവിടെ നമ്മൾ പിടിച്ചെടുത്തു. കോളേജ് യൂണിയൻ ഘടകത്തിൽ മാതൃകാപരമായ തീരുമാനമെടുത്ത ABVP ഭാരവാഹികളെ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധികൃതരും വിദ്യാർത്ഥികളും അഭിനന്ദിച്ചു. ജനം, പത്തനംതിട്ട.